ദയവ് ചെയ്ത് ഈ കാണുന്ന ഫൈനാൻഷ്യൽ ടേമിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഇത് പ്രോപ്പർ ആയിട്ട് അറിയാതെ നിങ്ങളുടെ പൈസ കൊണ്ടുപോയിട്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യല്ലേ, പൈസ കൊണ്ടുപോയിട്ട് കളയല്ലേ. ഈ റീല് കണ്ടു കഴിഞ്ഞാൽ ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവും. നമ്പർ 1, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഞാനൊരു കമ്പനിയുടെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു. ഇതിന്റെ അർത്ഥം എന്താണ്? ആ കമ്പനിയുടെ ഒരു ചെറിയ ഭാഗം ഷെയർ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു. ഇതാണ് സ്റ്റോക്ക്. നമ്പർ 2, മ്യൂച്വൽ ഫണ്ട്. എന്താണ് മ്യൂച്വൽ ഫണ്ട്? ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ടാറ്റ എന്ന കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ടിന്റെ പേരാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട്. ഞാനിപ്പോ ടാറ്റ എത്തിക്കൽ ഫണ്ടിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ ഫണ്ട് എക്സ്പേർട്സ് എന്റെ പൈസ എടുത്തിട്ട് വേറെ ഷെയറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതായത് വേറെ കമ്പനിയുടെ ഓഹരികൾ വാങ്ങിക്കും, സ്റ്റോക്ക് വാങ്ങിക്കും, ബോണ്ട് വാങ്ങിക്കും. ഇതൊന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ല. അതിന്റെ ഫൈനാൻഷ്യൽ എക്സ്പേർട്സിനെ ടാറ്റ അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് ഈ ഒരു വാങ്ങിക്കുന്ന ഷെയറിന്റെ മൂല്യം കൂടുന്നതിന്റെയും കുറയുന്നതിന്റെ അനുസരിച്ച് എന്റെ മ്യൂച്വൽ ഫണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരും. മനസ്സിലായില്ലേ? നമ്പർ 3, SIP. എന്താണ് SIP? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. നമ്മളിപ്പോ മ്യൂച്വൽ ഫണ്ട് പറഞ്ഞില്ലേ, ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു പെർട്ടിക്കുലർ ടൈം, അതായത് ഞാൻ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഡിസൈഡ് ചെയ്യാണ്, ഞാൻ എല്ലാ ദിവസവും ഒരു 10 ദിറംസിന് ഈ ഒരു ടാറ്റ എത്തിക്കൽ ഫണ്ട് വാങ്ങിക്കും. അപ്പൊ ഇത് എല്ലാ ദിവസവും എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷനിലൂടെ എനിക്ക് സെറ്റ് ചെയ്യാം, ഞാൻ എല്ലാ ആഴ്ചയോ അല്ലെങ്കിൽ ദിവസങ്ങളിലോ മാസങ്ങളിലോ ഈ ഒരു പെർട്ടിക്കുലർ ഷെയർ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വാങ്ങിക്കുന്നതിനെയാണ് SIP എന്ന് പറയുന്നത്. നമ്പർ 4, SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഞാനൊരു 5 വർഷമായിട്ട് SIP ആണ്, മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കുകയാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് പറയുന്നത് നിങ്ങൾ SWP ചെയ്യണം എന്നാണ്. അതായത് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എല്ലാ മാസമോ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയോ ഒരു എമൗണ്ട് നിങ്ങൾ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിനെയാണ് SWP എന്ന് പറയുന്നത്. നമ്പർ 5, ഡിവിഡൻഡ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൽ ചില മ്യൂച്വൽ ഫണ്ട്സ് അവർക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 1-2 തവണയായിട്ട് വർഷത്തിൽ ആ പ്രോഫിറ്റിന്റെ ഒരു ചെറിയ പോർഷൻ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കും. ഇതിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നമ്പർ 6, സുക്കൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയ കംപ്ലൈന്റ് ആയിട്ടുള്ള ഇസ്ലാമിക് ബോൺസ്. സാധാരണ നമ്മൾ ബോൺസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇൻട്രസ്റ്റ് ആണ്. സുക്കൂക്കിലാണെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല, പ്രോഫിറ്റ് ഷെയർ ആണ് നമുക്ക് കിട്ടുക. നമ്പർ 7, IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഒരു ന്യൂസ് വന്നു, ദുബായ് മെട്രോയുടെ IPO റിലീസ് ചെയ്തു. ഇതിന്റെ അർത്ഥം എന്താണ്? ദുബായ് മെട്രോയെ ദുബായ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു. ഇനി പബ്ലിക്സിന് ആദ്യമായിട്ട് ദുബായ് മെട്രോയുടെ ഷെയർ വാങ്ങിക്കാനുള്ള ഒരു അവസരവും വന്നു. ഇതിനെയാണ് IPO എന്ന് പറയുന്നത്.